മിക്ക കുട്ടികൾക്കും ഇഷ്ടപ്പെട്ടൊരു സബ്ജക്റ്റാണല്ലേ ബേസിക് സയൻസ്. ബേസിക് സയൻസിന് ക്രിസ്മസ് എക്സാമിന് ഫുൾ മാർക്ക് കിട്ടാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് 6 ബേസിക് സയൻസിലെ സെക്കൻഡ് ടേം എക്സാമിന് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക, VS ടെക്സ്റ്റും നോട്ടും നിങ്ങൾക്ക് എഴുതി പഠിക്കാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു റഫ് നോട്ടും ഉണ്ടല്ലോ, റഫ് നോട്ടും പെന്നും ഒക്കെ എടുത്ത് സെറ്റായിട്ടിരിക്കുക. വീഡിയോ കാണുന്നതിന് മുന്നേ ടെക്സ്റ്റൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ റിവൈസ് ചെയ്ത് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യനായിട്ട് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, കംപ്ലീറ്റ് ദ കോൺസെപ്റ്റ് മാപ്പ് ഗിവൻ ബിലോ. നമുക്കിവിടെ ഒരു കോൺസെപ്റ്റ് മാപ്പ് തന്നിട്ടുണ്ട്. എന്തിനെ പറ്റിയിട്ടുള്ള കോൺസെപ്റ്റ് മാപ്പാണ്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രൂട്ട്സ് അല്ലേ. സോ വി നോ ടൈപ്സ് ഓഫ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? സിമ്പിൾ, അഗ്രിഗേറ്റ്, മൾട്ടിപ്പിൾ ആൻഡ് ഫാൾസ് ഫ്രൂട്ട്. അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ ഫില്ല് ചെയ്യണം. വിട്ടുപോയിട്ടുള്ള 2 ടൈപ്പ് ഓഫ് ഫ്രൂട്ട് നമ്മൾ ഫില്ല് ചെയ്യണം. ആൻഡ് ബി ക്വസ്റ്റ്യൻ, റൈറ്റ് എനി വൺ ഡിഫറൻസ് ബിറ്റ്വീൻ അഗ്രിഗേറ്റ് ഫ്രൂട്ട് ആൻഡ് മൾട്ടിപ്പിൾ ഫ്രൂട്ട്. അപ്പോൾ നമ്മൾ ഇതിനെ പറ്റിയെല്ലാം നമുക്ക് നല്ലൊരു ഐഡിയ വേണം, ഡെഫിനിഷൻ അറിയണം, എക്സാമ്പിൾസ് പറയണം അല്ലേ ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ ഈ ഫ്ലോ ചാർട്ട് വരയ്ക്കുക. ഫ്ലോ ചാർട്ട് വരച്ചതിന് ശേഷം അതിൽ ഫില്ല് ചെയ്യുക, അത് തന്നെ പഠിക്കുക. എക്സാമ്പിൾസ് കൂടുതൽ അറിയാമെങ്കിൽ അതും കൂടെ ഇതിൻ്റെ കൂടെ ഫില്ല് ചെയ്ത് പോവുക. ഓക്കെ, പേരിൻ്റെ കൂടെ തന്നെ ഡെഫിനിഷൻസ് കൂടെ ഷോർട്ടായിട്ടൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു മാപ്പിൽ നിന്ന് തന്നെ നമ്മുടെ ടെക്സ്റ്റിൽ ആ ഒരു പോർഷൻ ഫുൾ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ ആൻസേഴ്സ് നോക്കാം. A, B എന്ന് പറയുന്ന സിമ്പിൾ ഫ്രൂട്ടിൻ്റെ എക്സാമ്പിൾസ് ആണ്. അത് മാംഗോയും ടൊമാറ്റോയും ആണ്. D എന്ന് പറയുന്നത് സ്ട്രോബെറി ഏത് ടൈപ്പ് ഓഫ് ഫ്രൂട്ടാണ്? അതൊരു അഗ്രിഗേറ്റ് ഫ്രൂട്ടാണ്. സോ D ഇസ് അഗ്രിഗേറ്റ് ഫ്രൂട്ട്. സോ C എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് ഫ്രൂട്ടിൻ്റെ എക്സാമ്പിളാണ്, കസ്റ്റർഡ് ആപ്പിൾ. E എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഫ്രൂട്ടാണ്. ജാക്ക് ഫ്രൂട്ട് ഒരു മൾട്ടിപ്പിൾ ഫ്രൂട്ടാണ്, നമുക്കറിയാം. F എന്ന് പറയുന്നത് എന്താണ്? വേറൊരു മൾട്ടിപ്പിൾ ഫ്രൂട്ടിൻ്റെ പേര് എഴുതാനാണ്. സോ നമ്മൾ പൈനാപ്പിൾ കൊടുത്തു. ദെൻ Gയും Hഉം ഫാൾസ് ഫ്രൂട്ടിൻ്റെ എക്സാമ്പിളാണ്. ഇവിടെ ഫാൾസ് ഫ്രൂട്ട് ഏതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? ആപ്പിളും പയാസും. ദെൻ ഇത് ടെക്സ്റ്റിലെ ഫിഗർ ആണല്ലേ, നമുക്കറിയാം. സോ ഇവിടെ മാംഗോ ഫ്ലവർ, ടൊമാറ്റോ ഫ്ലവർ ആൻഡ് മാംഗോ ആൻഡ് ടൊമാറ്റോ ഫ്രൂട്ട് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രൂട്ടിൻ്റെയും സീഡിൻ്റെയും പോർഷൻസ്, ഓവറി ആൻഡ് ഒബ്യൂളിൻ്റെ പോർഷൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹിയർ സിമ്പിൾ ഫ്രൂട്ട് എന്താണെന്നുള്ളതിൻ്റെ ഡെഫിനിഷനും നമ്മുടെ ടെക്സ്റ്റ് ഡെഫിനിഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ സിമ്പിൾ ഫ്രൂട്ട് എന്താണ്? ഓൺലി 1 ഫ്രൂട്ട് ഇസ് ഫോംഡ് ഫ്രം ഈച്ച് ഫ്ലവർ ആണെങ്കിൽ സിമ്പിൾ ഫ്രൂട്ട്. മോർ ദാൻ 1 ഫ്രൂട്ട് ആണെങ്കിൽ അതിനെ നമ്മൾ അഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്ന് പറയുന്നു. എൻ്റെ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ഫാൾസ് ഫ്രൂട്ട് എന്ന് വെച്ചാൽ എന്താണ്? പ്ലാന്റ് പാർട്സായ പെഡിസൽ, തലാമസ് പോലെയുള്ള പോർഷൻസ് എന്തായിട്ട് മാറും? ഫ്രൂട്ട് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആയിട്ട് മാറുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ് ആണ് ഇത് ഫാൾസ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. ആപ്പിൾ, പയാസ്, കാഷ്യൂ, അതെല്ലാം അതിൻ്റെ എക്സാമ്പിൾസ്. മൾട്ടിപ്പിൾ ഫ്രൂട്ട് നമുക്കറിയാം അല്ലേ, വിത്തിൻ ദാറ്റ് 1 ഫ്രൂട്ട്, ഒരു ഫ്രൂട്ടിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേറെ കുറേ ഫ്രൂട്ട് ഡിവിഷൻസ് ഉണ്ട്. ഒരുപാട് ഫ്രൂട്ട്സ് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ മൾട്ടിപ്പിൾ ഫ്രൂട്ട് എന്ന് പറയും. ക്വസ്റ്റ്യൻ സെയിം ആണ്. പിക്ചർ 1, 2, 3 ഐഡൻറ്റിഫൈ ചെയ്യുക. ഏത് ടൈപ്പാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിൻ്റെ പെക്യുലാരിറ്റീസ് എഴുതുക. നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് പിക്ചർ 2 ആയിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. സോ പിക്ചർ 1 ജാക്ക് ഫ്രൂട്ട് മൾട്ടിപ്പിൾ ഫ്രൂട്ടാണ്. പിക്ചർ 2 കാഷ്യൂ ഫാൾസ് ഫ്രൂട്ടാണ്. പിക്ചർ 3 മാംഗോ സിമ്പിൾ ഫ്രൂട്ടാണ്. സിമിലർ ടു പിക്ചർ 2 എന്ന് പറയുന്നത് ഫാൾസ് ഫ്രൂട്ടിന് വേറെ എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. ആപ്പിൾ, പയാസ് ഒക്കെയാണ് എക്സാമ്പിൾസ്. ഇവിടെ അത് ട്രൂ ഫ്രൂട്ട് അല്ല, അതൊരു ഫാൾസ് ഫ്രൂട്ടാണ്. ബിക്കോസ് അവിടെ എന്താണ് സംഭവിക്കുന്നത്? വേറെ പാർട്സ് ആയിട്ടുള്ള തലാമസും പെഡിസൽ പോലുള്ള പാർട്സ് എന്തായിട്ട് മാറുന്നു? ഫ്രൂട്ട് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആയിട്ട് മാറുന്നു. നമുക്ക് ഓവറി ഓഫ് ദ ഫ്ലവർ ഡെവലപ്സ് ഇൻ ടു ഫ്രൂട്ട് ആൻഡ് ഒബ്യൂഡ് ഇൻ ടു സീഡ് നമുക്കറിയാം അല്ലേ. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫാൾസ് ഫ്രൂട്ടിൻ്റെ ഡെഫിനേഷനുമായിട്ട് കമ്പയർ ചെയ്യുന്നു. എന്നിട്ട് അത് രണ്ടും കൂടെയുള്ളൊരു ഡെഫിനേഷൻ ഒരു 3-4 സെൻറ്റൻസസ് എഴുതുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ ആവുന്നു. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ കുറച്ച് ഇവൻറ്റ്സ് തന്നിട്ടുണ്ട്. സം സിറ്റുവേഷൻസ് ഓഫ് മോഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ സിറ്റുവേഷൻസ് ഓഫ് മോഷൻസ് ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് പല രീതിയിൽ ചോദിക്കാം. എക്സാമ്പിൾസ് എഴുതാൻ വേണ്ടി ചോദിക്കാം. ഇങ്ങനെ കുറേ ഇവൻറ്റ്സ് തന്നിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി ചോദിക്കാം. ഇവിടെ എങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്? ഗ്രൂപ്പ് വിച്ച് ഹാസ് ദ റൈറ്റ് പെയർ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. സോ എന്ത് ചെയ്യുക? റൈറ്റ് പെയർ ഏതാണെന്ന് കണ്ടുപിടിക്കുക. റോങ് ആയിട്ടുള്ള പെയർസിനെ എന്ത് ചെയ്യുക? റീ അറേഞ്ച് ചെയ്ത് കറക്റ്റ് ചെയ്ത് അതിൻ്റെ ഹെഡിങ്സും അതിൻ്റെ കോമൺ ഫീച്ചേഴ്സും എഴുതാന്നുള്ളതാണ്. സോ ഇവിടെ റൈറ്റ് പെയർ ഇസ് ഗ്രൂപ്പ് 3 and other 2 pairs can be classified as rotatory motion and circular motion with examples. So നിങ്ങൾ എന്ത് ചെയ്യുക? ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഓഫ് മോഷൻ പഠിക്കുക, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കുക, അതിൻ്റെ പെക്യുലാരിറ്റീസ് പഠിക്കുക. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ ഒരു കുട്ടിയുടെ ഒപ്പീനിയൻ തന്നിട്ടുണ്ട്. ഫാറ്റി ഫുഡ് ഐറ്റംസ് ആർ ഹാംഫുൾ ടു ഹെൽത്ത്. സോ ഫ്രം ടുഡേ ഐ വിൽ അവോയ്ഡ് ഫാറ്റി ഫുഡ് ഐറ്റംസ് കംപ്ലീറ്റ്ലി. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഡു യു എഗ്രി വിത്ത് ദിസ് ഡിസിഷൻ? ജസ്റ്റിഫൈ.
How will you detect the presence of fat in a food item? 1. What is the normal level of cholesterol in a human body? ഇവിടെ ആ കുട്ടി വിചാരിക്കുകയാണ് ഫാറ്റി ഫുഡ് ഐറ്റംസ് ഹെൽത്തിന് ഗുണകരമല്ല, സോ ഞാൻ എന്ത് ചെയ്യാൻ പോവുക, ഇന്ന് തൊട്ട് ഞാൻ ഫാറ്റി ഫുഡ് ഐറ്റംസ് കഴിക്കത്തേ ഇല്ല എന്ന് തീരുമാനിക്കുകയാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ? അപ്പോൾ നമ്മുടെ ആൻസർ എഴുതാൻ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആദ്യം മെൻഷൻ ചെയ്യുക. ഡു യു എഗ്രി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുക? യെസ്, ഐ ഡു എഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ്, ഓർ നോ, ഐ എം നോട്ട് എഗ്രിങ് വിത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന കാര്യം ആദ്യം മെൻഷൻ ചെയ്യുക. ദെൻ റീസൺ മെൻഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ നമുക്കിതിനോട് എഗ്രി ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലേ. കാര്യം എന്താണ്? ഫാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ആവശ്യമായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻ്റ് തന്നെയാണ്. നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ടുള്ളതാണ്. ഈ ഒരു സെൻറ്റൻസ്, ഈ ഒരു പാരഗ്രാഫ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടുത്തെ ജസ്റ്റിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. ഫാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ സ്മോൾ ക്വാണ്ടിറ്റീസ്, ചെറിയ അളവിൽ ആവശ്യമുള്ള ഒരു ഫുഡ് കോൺസ്റ്റിറ്റ്യുവൻ്റ് ആണ്. നമുക്കിത് എവിടെ നിന്നൊക്കെ കിട്ടുന്നു? മീറ്റ്, ഫിഷ്, മിൽക്ക് പ്രോഡക്ട്സ്, എഗ് ആൻഡ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പീസ് എക്സെട്ര. പല ടൈപ്പ് ഓഫ് ഓയിലും ഘീയിലും ഒക്കെ നമുക്ക് ഫാറ്റ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് ഫാറ്റിൻ്റെ ഫങ്ഷൻ എന്താണ്? ഇറ്റ് പ്രൊവൈഡ്സ് എനർജി ലൈക്ക് കാർബോഹൈഡ്രേറ്റ് ആൻഡ് നമുക്ക് വിറ്റാമിൻസ് നമ്മൾ പഠിച്ചല്ലേ, വാട്ടർ സൊല്യൂബിളും ഫാറ്റ് സൊല്യൂബിളും ഉണ്ട്. സോ ഫാറ്റ് സൊല്യൂബിൾ വിറ്റാമിൻസിന് നമുക്ക് ഫാറ്റ് എസെൻഷ്യൽ അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഡയറ്റിൽ ഫാറ്റ് ഇൻക്ലൂഡ് ചെയ്തേ മതിയാവും. ആൻഡ് നമ്മളതിൻ്റെ ഒരു ക്വാണ്ടിറ്റി കൂടെ മെൻഷൻ ചെയ്യുക, ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ വിൽ യു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് ഫാറ്റ്? പ്രസൻസ് ഓഫ് ഫാറ്റ്, പ്രസൻസ് ഓഫ് പ്രോട്ടീൻ, പ്രസൻസ് ഓഫ് സ്റ്റാർച്ച് ഒക്കെ പഠിച്ചു വയ്ക്കുക. എന്തായാലും ചോദിക്കും, ഏതെങ്കിലും ഒന്ന് ചോദിച്ചിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ടെണ്ണം ചോദിച്ചേക്കാം. സോ ഫാറ്റ് എങ്ങനെയാണ് നമ്മൾ ഡിറ്റക്ട് ചെയ്യുക? ഒരു ഫുഡ് ഐറ്റം എടുത്ത് റബ്ബ് ചെയ്യുക ഒരു പേപ്പറിൽ. ആ പേപ്പറിൽ ആ ഓയിലി ടെക്സ്ചർ എന്ന് പറയുന്നത് ഉണങ്ങിയതിന് ശേഷവും എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം ആ ഒരു ഫുഡിൽ ഫാറ്റിൻ്റെ പ്രസൻസ് ഉണ്ട് എന്നുള്ള കാര്യം. സിമ്പിൾ അല്ലേ. നെക്സ്റ്റ്, ഇത് നമ്മുടെ ടെക്സ്റ്റിൽ ഒരു റാൻഡം ടേബിളാണ്, ഒരു ആളുടെ ലാബ് റിപ്പോർട്ട്. ആ ലാബ് റിപ്പോർട്ടിൽ അവിടുത്തെ നോർമൽ വാല്യൂ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ് നോർമൽ വാല്യൂ ഈസ് ആസ്ക്ഡ് ഹിയർ. എന്താ ചോദിച്ചിട്ടുള്ളത്? നോർമൽ ലെവൽ ഓഫ് കൊളസ്ട്രോൾ ഇൻ ഹ്യൂമൻ ബോഡി എത്രയാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കിവിടെ നോക്കാം, ഈ ടേബിളിൽ ബ്ലഡ് ഷുഗറിൻ്റെ നോർമൽ ലെവൽ 70 to 110 കൊളസ്ട്രോൾ അപ് ടു 200 ആണ്. സോ ഇവിടുത്തെ ആൻസർ വിൽ ബി അപ് ടു 200 mg/dl. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹെൽത്ത് പ്രോബ്ലംസ് ഓഫ് 2 children ആർ ഗിവൻ. 2 കുട്ടികളുടെ ഹെൽത്ത് പ്രോബ്ലംസ് തന്നിട്ടുണ്ട്. ഇവിടെ ഉള്ള ഡെഫിഷ്യൻസി ഡിസീസസ്, എന്തുകൊണ്ടാണ് ഈ ഡെഫിഷ്യൻസി വരുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ആൻഡ് നമ്മൾ എന്ത് ചെയ്യണം? പ്രിപ്പയർ എ ടേബിൾ ഓഫ് ഫുഡ് ഐറ്റംസ് ആൻഡ് ന്യൂട്രിയൻസ് ഇൻ ദം ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഡയറ്റ് ഓഫ് ദീസ് ചിൽഡ്രൻ ടു ക്യൂർ ദീസ് ഡിസീസസ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഈ ടേബിളാണ്. ഇവിടെ പല വിറ്റാമിൻ, അയൺ, അയഡിൻ പോലെയുള്ള നമ്മുടെ ന്യൂട്രിയൻ ഫാക്ടേഴ്സിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസും സിംറ്റവും തന്നിട്ടുണ്ട്. സോ ചൈൽഡ് 1ൻ്റെ സിംറ്റംസ് മൗത്ത് സോഴ്സ്, പസ് ആൻഡ് ബ്ലീഡിങ് ഓഫ് ഗംസ് ആണ്. ഇത് രണ്ടും 2 ഡെഫിഷ്യൻസി ഡിസീസിൻ്റെ സിംറ്റമാണ് അല്ലേ. മൗത്ത് സോഴ്സ് എന്ന് പറയുന്നത് വിറ്റമിൻ ബിയുടെ ഒരു ഡെഫിഷ്യൻസി ഡിസീസാണ്. ആൻഡ് പസ് ആൻഡ് ബ്ലീഡിങ് ഓഫ് ഗംസ് എന്ന് പറയുന്നത് വിറ്റാമിൻ സി ഡെഫിഷ്യൻസി ഡിസീസായ സ്കർവിയുടെ സിംറ്റമാണ്. സോ ഇവിടെ നെയിം ദ ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്തെഴുതാം? സ്കർവി എഴുതാം. ആൻഡ് സെക്കൻഡ് ചൈൽഡിൻ്റെ സിംറ്റം ലാക്ക് ഓഫ് ബ്ലഡ് പെയിൽനെസ് ഒക്കെയാണ്. ഇത് അനീമിയാണ്, ലാക്ക് ഓഫ് അയൺ കാരണം വരുന്നത്. അതായത് ന്യൂട്രിയൻ ഫാക്ടറായ അയണിൻ്റെ ഡെഫിഷ്യൻസി കാരണം വരുന്ന അനീമിയ എന്ന ഡെഫിഷ്യൻസി ഡിസീസാണ് ചൈൽഡ് 2-നുള്ളത്. സോ വിറ്റാമിൻ ബിയുടെ ഫുഡ് സോഴ്സസ് ഞാൻ കുറച്ചുകൂടെ തന്നിട്ടുണ്ട്, നമ്മുടെ ടെക്സ്റ്റിലും ഉണ്ട്. ആൻഡ് അയണിൻ്റെ ഫുഡ് സോഴ്സസ് ഇത് നമ്മുടെ ടെക്സ്റ്റിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. സോ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? ടെക്സ്റ്റ് നിങ്ങളൊന്ന് വായിക്കുക. ഒരു 2 times വായിക്കുമ്പോഴത്തേക്കും ഏറെക്കുറെ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. ദെൻ നിങ്ങൾ ഇതുപോലത്തുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഓക്കെ ഒന്ന് എഴുതിയൊക്കെ പഠിക്കുമ്പോഴത്തേക്കും യു വിൽ ബി പെർഫെക്റ്റ്ലി ഫൈൻ വിത്ത് ദിസ് ചാപ്റ്റേഴ്സ്. ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇതാ ഇവിടെ ഒരു ചാർട്ട് തന്നിട്ടുണ്ട്, ഒരു പൈ ചാർട്ടാണ്. ഇവിടെ നമ്മളിതിൻ്റെ ഓർഡർ ഏതാണ് ഏറ്റവും കൂടുതൽ, ഏതാണ് ഏറ്റവും കുറവ് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ആൻഡ് ദ ന്യൂട്രിയൻസ് ടു ബി ആഡഡ് or included in the food items are given below. Based on the required quantity, add them in the diagram appropriately. Name any one food item that contains fiber. Write the importance of including such a food item in our diet. Find out the diseases caused by mineral deficiency from the given box. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഉള്ളത് അല്ലേ. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫാറ്റ്, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്സ് ഇതിനെ നമ്മൾ ഓർഡറിൽ എഴുതണം, നമ്മുടെ ബോഡിയിൽ വേണ്ട അളവിനനുസരിച്ച്. ഓൾറെഡി ഇവിടെ വിറ്റമിൻസ് ആൻഡ് മിനറൽസ് തന്നിട്ടുണ്ട്, അപ്പോൾ ബാക്കിയെ മാത്രം എന്ത് ചെയ്താൽ മതി? ഫിൽ ചെയ്താൽ മതി. ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ ആൻസർ ഞാൻ പറയുന്നില്ല.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നെയിം എനി വൺ ഫുഡ് ഐറ്റം ദാറ്റ് കണ്ടെയ്ൻസ് ഫൈബർ. ഫൈബർ ഉള്ള ഒരു ഫുഡ് ഐറ്റം എഴുതാൻ അതിൻ്റെ ഇമ്പോർട്ടൻസും കൊടുക്കുക എന്നുള്ളതാണ്. സോ ഫൈബേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കൈൻഡ് ഓഫ് കാർബോഹൈഡ്രേറ്റ് ആണ്, അവൈലബിൾ ഇൻ വെജിറ്റേറിയൻ ഫുഡ് ആൻഡ് കനോട്ട് ബി ഡൈജസ്റ്റഡ് ബൈ ദ ബോഡി. വെജിറ്റേറിയൻ ഫുഡിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് കാർബോഹൈഡ്രേറ്റ് ആണ് ഇത് ഫൈബർ എന്ന് പറയുന്നത്. ഇത് മെയിൻലി ഇതിൻ്റെ കമ്പോസിഷൻ എന്ന് പറയുന്നത് സെല്ലുലോസ് ഉപയോഗിച്ചിട്ടാണ്. and they provide no nutrients to the body but they help in the movement of excretory materials in the large intestine. ഇത് പ്രത്യേകിച്ച് ന്യൂട്രിയൻസ് ഒന്നും നമുക്ക് തരില്ല, പക്ഷേ ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ദേ ഹെൽപ്പ് ഇൻ ദ മൂവ്മെൻറ്റ് ഓഫ് എക്സ്ക്രീറ്ററി മെറ്റീരിയൽസ്. ലാർജ് ഇൻറ്റസ്റ്റൈനിൽ നമ്മുടെ ഫുഡ് പ്രോസസ്ഡ് ആയി കഴിയുമല്ലോ, നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത്, അതായത് ഡൈജഷൻ പ്രോസസ്സൊക്കെ നിങ്ങൾ ഇനി പഠിക്കും. അപ്പോൾ ആ ഒരു പ്രോസസ്സിലുള്ള ഒരു സ്റ്റെപ്പാണ് മൂവ്മെൻറ്റ് ഓഫ് എക്സ്ക്രീറ്ററി മെറ്റീരിയൽസ് ഇൻ ദ ലാർജ് ഇൻറ്റസ്റ്റൈൻ. ഈ ഒരു പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഫൈബേഴ്സാണ്. ആൻഡ് ഏതൊക്കെ ഫുഡിലാണുള്ളത്? സീരിയൽസ് കണ്ടെയ്നിങ് ബ്രാൻ, ലീഫി വെജിറ്റബിൾസ്, സ്റ്റെം ആൻഡ് ബഡ് ഓഫ് ദ പ്ലാന്റെയിൻ എക്സെട്ര. സോ നിങ്ങൾ എന്ത് ചെയ്യുക? എന്തായാലും നിങ്ങളുടെ ഡയറ്റിൽ ഫൈബേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുക. ദെൻ ഫൈൻഡ് ഔട്ട് ദ ഡിസീസസ് കോസ്ഡ് ബൈ ദ മിനറൽ ഡെഫിഷ്യൻസി ഫ്രം ദ ഗിവൺ ബോക്സ്. നൈറ്റ് ബ്ലൈൻഡ്നെസ്, കർവി, അനീമിയ, ഗോയിറ്റർ, മൗത്ത് സോഴ്സ് ഒക്കെ തന്നിട്ടുണ്ടല്ലോ. ഇതിൽ ഏതൊക്കെയാണ് മിനറൽ ഡെഫിഷ്യൻസി കാരണം വരുന്ന ഡിസീസസ് എന്ന് കണ്ടുപിടിക്കുക. ഏതൊക്കെയാണ്? നൈറ്റ് ബ്ലൈൻഡ്നെസ് വിറ്റമിൻ എ ആണല്ലേ, അനീമിയ അയൺ ആണ്, ഗോയിറ്റർ അയഡിൻ ആണ്. സോ ഇത് രണ്ടുമാണ് എന്ത്? മിനറൽ ഡെഫിഷ്യൻസി കാരണം വരുന്ന അസുഖങ്ങൾ. നെക്സ്റ്റ് മാഗ്നറ്റ്സിൻ്റെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡ്രോ 2 types of magnets, write their names and write any 2 situations where magnets are used, which law is used to make magnets. ഇതെല്ലാം നമ്മുടെ ടെക്സ്റ്റിലുണ്ടല്ലേ. സോ ടെക്സ്റ്റ് പഠിക്കുന്ന കുട്ടിക്ക് ഈസി ആയിട്ട് കണ്ട ഉടനെ വേഗം മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. സോ ടൈപ്സ് ഓഫ് മാഗ്നറ്റ് ആണ് ഇവിടെ. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിൻ്റെ പടം വരച്ചിട്ട് എന്ത് ചെയ്യാം? അതിൻ്റെ പേര് എഴുതിയാൽ മാത്രം മതി. നെക്സ്റ്റ് എന്താണ്? എവിടേക്കാണ് യൂസ് ചെയ്യുന്നത്? സ്പീക്കേഴ്സ്, മൈക്രോഫോൺസ്, ഇലക്ട്രിക് മോട്ടോഴ്സ്, ഡെബിറ്റ് കാർഡ്സ്, ടോയ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് മാഗ്നറ്റ്. ദെൻ ഏത് അലോയ് ആണ് യൂസ് ചെയ്യുന്നത്? അൽനിക്കോ അലോയ് ഓഫ് ഏതൊക്കെ മെറ്റീരിയൽസ് ആണ്? അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട് ആൻഡ് അയൺ. ഇത്രയും കാര്യങ്ങളാണ് എൽനിക്കോ എന്ന് പറയുന്ന മാഗ്നറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അലോയിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ഐറ്റംസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ റൈറ്റ് ഇനി 3 അതർ ആക്ടിവിറ്റീസ് ടു പ്രൊട്ടക്ട് ആൻഡ് സസ്റ്റെയിൻ ദ പോണ്ട്. ഒരു പോണ്ട് സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ആൻഡ് റൈറ്റ് എനി 2 harmful things that happen to the ecosystem while filling up the pond. പോണ്ട് ഫില്ലിംഗ് അപ്പ് ചെയ്യുന്നതിലൂടെ നമ്മുടെ നേച്ചറിന് സംഭവിക്കാവുന്ന ഹാംഫുൾ തിങ്സ് എന്തൊക്കെയാണ്? നമ്മുടെ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗങ്ങളിൽ നമ്മൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ടല്ലേ. സോ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ കോമൺ സെൻസ് ആൻഡ് നിങ്ങളുടെ ഇതുപോലുള്ള ഡിസ്കഷൻസ് ഒക്കെ വെച്ചിട്ട് വേണം ഇതിൻ്റെയൊക്കെ ആൻസർ എഴുതാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നൊരു സെക്ഷനാണ്. കാരണം ഇവിടെ നമ്മൾ കാണാതെ എഴുതാൻ പറ്റുന്നൊരു പോർഷനല്ല. കാരണം നമുക്ക് അറിയാം, ഓക്കെ, നമ്മുടെ നേച്ചർ എത്രത്തോളം ആവശ്യമാണ്, നമ്മുടെ നേച്ചർ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെല്ലാം നമ്മൾ പഠിക്കേണ്ട സമയമായല്ലേ. സോ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളതിൽ ആൻസർ എഴുതണം. റൈറ്റ് ഇനി 2 harmful things എന്ന് പറയുമ്പോഴത്തേക്കും എന്തൊക്കെയാണ്? അവിടുത്തെ എക്കോസിസ്റ്റം, അവിടുത്തെ ജീവജാലങ്ങൾ, അവിടുത്തെ സസ്യങ്ങളെയൊക്കെ അതൊക്കെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നുള്ള കാര്യവും നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ആൻസർ എഴുതുമ്പോൾ മെൻഷൻ ചെയ്യുക. നെക്സ്റ്റ് ഇവിടെ വീണ്ടും മോഷൻസിനെ പറ്റിയിട്ടുള്ളൊരു മോഷൻ ആ ചാപ്റ്റർ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്താണ്? ഒരു കുട്ടി എന്താ ചെയ്യുന്നത്? ഡിവൈസ് മെയ്ഡ് ബൈ എ ചൈൽഡ് യൂസിങ് എ ബോട്ടിൽ ഫിൽഡ് വിത്ത് വാട്ടർ. അവിടെ എന്തൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്? PVC പൈപ്പ്, സ്ട്രിങ്, പീസ് ഓഫ് റബ്ബർ, വാട്ടർ ബോട്ടിൽ ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റ് ചെയ്യുകയാണ്. അവിടെ ഉള്ള ടൈപ്പ് ഓഫ് മോഷൻ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെയാണ് ക്വസ്റ്റ്യൻ. ഓസിലേഷനും ലീനിയർ മോഷനും ഒക്കെ ഉണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിൻ്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കുക. ദെൻ ക്യാൻ യു ഡെമോൺസ്ട്രേറ്റ് എനി അതർ മോഷൻസ് യൂസിങ് ദ മെറ്റീരിയൽസ്? ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക? നോക്കുക. ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും കൈൻഡ് ഓഫ് മോഷൻസ് കൂടെ ഇതിനകത്ത് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതുണ്ടെങ്കിൽ അതുകൂടെ മെൻഷൻ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ദെൻ ഡി ക്വസ്റ്റ്യൻ എന്താണ്? എക്സാമിൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ടു മോഷൻ ആൻഡ് റൈറ്റ് ദ കറക്റ്റ് വൺ ഫ്രം ദ ഗ്രൂപ്പ്സ്. ഇവിടെ 3 ടൈപ്പ് ഓഫ് മോഷൻ തന്നിട്ടുണ്ട്. ഒബ്ജക്ട്സ് മൂവ്സ് ടു എയ്തർ സൈഡ് ബേസ്ഡ് ഓൺ എ മീൻ പൊസിഷൻ. ഒരു മീൻ പൊസിഷൻ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നതിന് നമ്മൾ എന്താ പറയുക? ഓസിലേഷൻ അല്ലേ. ഫാസ്റ്റ് ഓസിലേഷൻസിനെയാണ് നമ്മൾ വൈബ്രേഷൻ എന്ന് പറയുക. മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് അലോങ് സ്ട്രേറ്റ് ലൈനിനെയാണ് നമ്മൾ ലീനിയർ മോഷൻ എന്ന് പറയുക. സോ ഇവിടെ ഏതാണ്? ഓപ്ഷൻ 1 വിൽ ബി ദ കറക്റ്റ് അല്ലേ. ആ 3 ടൈപ്പ് ഓഫ് മോഷനെയും റെപ്രസെൻ്റ് ചെയ്യുന്ന ഓപ്ഷൻ 1 ആണ്. ദെൻ ആക്ടിവിറ്റി 4 എന്ന് വെച്ചാൽ ഗിയറാണ്. ഗിയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. കാരണം സിമ്പിളായിട്ടും ജസ്റ്റ് 1 ക്വസ്റ്റ്യൻ ആയിട്ടും അതല്ല ഇതുപോലെ സബ് ക്വസ്റ്റ്യൻസ് ആയിട്ടും ചോദിച്ചു കണ്ടിട്ടുണ്ട്. സിമിലർ ആയതുകൊണ്ട് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിന്
ഗിയേഴ്സിൻ്റെ സ്പീഡ് അതിനെ പറ്റിയിട്ട് പഠിക്കുക. അതായത് ആ ഗിയർ ടീത്ത് കൂടുന്തോറും സ്പീഡിന് എന്ത് സംഭവിക്കുന്നുള്ള കാര്യം മനസ്സിലാക്കുക, ആ കാര്യങ്ങൾ പഠിക്കുക. ഗിയേഴ്സ് എവിടേക്കാണ് യൂസ് ചെയ്യുന്നതെന്നുള്ള കാര്യവും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സ്പീഡ് റിലേറ്റ് ചെയ്തിട്ടാണ് കൂടുതലും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഗിയർ ടീത്ത് കുറയും തോറും സ്പീഡ് കൂടുതലായിരിക്കും അല്ലേ. സോ ആ കാര്യങ്ങൾ മനസ്സിലാക്കുക. നെക്സ്റ്റ് ഇവിടെ എന്താണ്, ഇവിടെ നമ്മുടെ ന്യൂട്രിയൻസിൻ്റെ ആ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണുള്ളത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താണ്, ന്യൂട്രിയൻസ് തന്നിട്ടുണ്ട്, കാർബോഹൈഡ്രേറ്റ് ഡാഷ് ഫാറ്റ് വിറ്റമിൻസ്, ദെൻ ഒരുപാട് കോളംസ് ഫില്ല് ചെയ്യാനുണ്ട് അല്ലേ. അതിൻ്റെ ഫംഗ്ഷൻ ഫില്ല് ചെയ്യാനുണ്ട്, ഫുഡ് സോഴ്സസ് ഫില്ല് ചെയ്യാനുണ്ട്, ഒരു ന്യൂട്രിയൻറ്റിൻ്റെ പേരും ഫില്ല് ചെയ്യാനുണ്ട്. ആ ന്യൂട്രിയൻ്റ് ഏതാണ്, പ്രോട്ടീനാണ് അല്ലേ, കണ്ടാൽ തന്നെ അറിയാം. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ന്യൂട്രിയൻസിൻ്റെ ചാപ്റ്ററിലുള്ള എല്ലാ കാര്യങ്ങളും കൂടി ചേർത്തിട്ടാണല്ലേ ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ മുഴുവൻ പഠിച്ചാലാണ് നമ്മുടെ ഒരു ആക്ടിവിറ്റി ഫില്ല് ചെയ്യാൻ പറ്റുക. സോ ഈ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക, വേഗം പഠിക്കാൻ പറ്റുന്ന ഒരു ഈസി ചാപ്റ്ററാണ്. കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് റിലേറ്റ് ചെയ്ത്, ഓക്കെ ഞാൻ ഈ കാര്യങ്ങൾ കഴിച്ചാലാണ് എനിക്കിത് ഈ ഒരു ന്യൂട്രിയൻറ്റ് കിട്ടുക എന്നുള്ള രീതിക്ക് പഠിക്കുകയാണെങ്കിൽ വേഗം തന്നെ നമുക്കത് മനസ്സിലാവും. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്കത് ഫില്ല് ചെയ്യണം, നമുക്ക് നോക്കാം. ദെൻ ബി ക്വസ്റ്റ്യൻ എന്താണ്, അനലൈസ് ദ ടേബിൾ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റ്സ് ടു ദ ഫുഡ് ഐറ്റംസ് ഗിവൺ ബിലോ. ട്രേസസ് ഓഫ് ഓയിൽ സീൻ വെൻ റബ്ഡ് ഓൺ എ പേപ്പർ, അത് ഏത് ടെസ്റ്റാണ്, ഫാറ്റ് അല്ലേ. ദെൻ ഡി, ബ്ലൂ കളർ ഇസ് ഫോംഡ് വെൻ എ ഡ്രോപ്പ് ഓഫ് അയഡിൻ സൊല്യൂഷൻ ഇസ് ആഡഡ്. അയഡിൻ ടെസ്റ്റാണ്, നമ്മളത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, സ്റ്റാർച്ചിന്. സോ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്, ഫുഡ് ഐറ്റം 1 കണ്ടെയ്ൻസ് ഫാറ്റ്, ഓപ്ഷൻ നമ്പർ 3 ഈസ് ദ കറക്റ്റ്. ദെൻ കംപ്ലീറ്റ് ദ പിക്ചറൈസേഷൻ, ന്യൂട്രിയൻസ് ഉണ്ട്, ഏതൊക്കെ വിറ്റമിൻസ് ആണോ മിനറൽസ് ആണോ ആഡ് ചെയ്യേണ്ടതെന്ന് നോക്കുക. ഗോയിറ്റർ അയഡിൻ ആണ്, അനീമിയ അയൺ ആണ്, വിറ്റമിൻ ബി വിറ്റമിൻ ഡിക്ക് വരുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണെന്നാണ് എഴുതേണ്ടത്. ഓൾറെഡി നമ്മൾ ടേബിളിൽ പറഞ്ഞു അല്ലേ. നെക്സ്റ്റ് താഴെ ഏതാണ്, ഗോയിറ്റർ, നൈറ്റ് ബ്ലൈൻഡ്നെസ്, മൗത്ത് സോസ്, ഇത് ഏതിൻ്റെ ഡെഫിഷ്യൻസി എന്ന് നമുക്ക് അറിയാമെങ്കിൽ മാത്രമേ നമുക്കത് ഏത് ഫുഡ് കഴിച്ച് മാറ്റാൻ പറ്റും എന്നുള്ള കാര്യം മേലത്തെ ബോക്സ് നോക്കി എഴുതാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതിനാദ്യം നമുക്ക് ഈ ഒരു ടേബിൾ നോക്കാം. കഴിഞ്ഞ ക്വസ്റ്റ്യനിലുള്ള ആ ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടേബിളാണ്. കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻ, ഫാറ്റ് ആൻഡ് വിറ്റമിൻസ് ആണ് നമ്മുടെ മെയിൻ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഫംഗ്ഷൻ നമുക്ക് ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസിന് വേണ്ട എനർജി തരുന്നു, എനർജി സ്റ്റോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു, മസിൽ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു, അതായത് മസിൽ ഹെൽത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ഫുഡ് സോഴ്സസ് ഗ്രെയിൻസ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ആൻഡ് മിൽക്ക് ആൻഡ് അതർ ഡയറി പ്രോഡക്ട്സ്. പ്രോട്ടീൻ നോക്കുകയാണെങ്കിൽ ബോഡി ടിഷ്യൂസിൻ്റെ ബിൽഡിംഗ്, റിപ്പയറിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ്, ഫോർമേഷൻ ഓഫ് സെൽസ്, ഹെയർ, ഡൈജസ്റ്റീവ് ജ്യൂസ് എക്സെട്ര. ഫുഡ് സോഴ്സസ് എന്ന് പറയുമ്പോൾ മിൽക്ക്, പൾസസ്, എഗ്സ്, മീറ്റ് എക്സെട്ര. ഫാറ്റ് എനർജി പ്രൊവൈഡ് ചെയ്യുന്നു, മീറ്റ്, ചിക്കൻ, എഗ്സ്, ബീൻസ്, മിൽക്ക് പ്രോഡക്ട്സ് ഒക്കെയാണ് ഫുഡ് സോഴ്സസ്. വിറ്റമിൻസ് ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസിൻ്റെ സ്മൂത്ത് ഫങ്ഷനിങ്, ഓവറോൾ നമ്മുടെ ബോഡിയിൽ പല ആക്ടിവിറ്റീസിനും നമുക്ക് എന്ത് വേണം, വിറ്റമിൻസ് വേണം. സോ മെയിൻ സോഴ്സ് ഏതാണ്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. സോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. വെജിറ്റബിൾസ് നിറയെ കഴിക്കണം, എങ്കിൽ മാത്രമേ വിറ്റമിൻസ് ഉണ്ടാവുള്ളൂ. വിറ്റമിൻസ്, ഓരോ വിറ്റമിനും ഒരുപാടധികം ഫങ്ഷൻസും കാര്യങ്ങളുമുണ്ട്. അതുപോലെ തന്നെ ഓരോ വിറ്റമിൻ്റെയും ആ ഒരു ഡെഫിഷ്യൻസി വരുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും, അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ബോഡിയിലുണ്ടാവും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിച്ച് ഹെൽത്തി ആയിട്ടിരിക്കുക. സോ ഇവിടെ എന്താണ് കണ്ടല്ലോ, ഈ ഒരു ചാർട്ട് നമ്മുടെ ഈ ഒരു സർക്കുലർ ചാർട്ട് നമ്മുടെ ടെക്സ്റ്റിലുള്ളതാണ്. നന്നായിട്ട് പഠിക്കുക, കാണാതെ പഠിക്കുക, എഴുതി. ഒന്നുകിൽ നിങ്ങൾക്ക് ഈ സർക്കുലറായിട്ട് എഴുതണം എന്നൊന്നുമില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ടേബിളാക്കി എഴുതി പഠിച്ച് ക്ലിയർ ആക്കി വെക്കുക. എവിടെ നിന്ന് എന്ത് ചോദിച്ചാലും എഴുതാൻ പറ്റുന്ന രീതിക്ക് ക്ലിയർ ആയിട്ട് പഠിക്കുക. ഈ ഒരു ടേബിളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. സോ നമുക്ക് മുകളിലത്തെ ക്വസ്റ്റ്യനിൽ വിറ്റമിൻ ബിയുടെയും വിറ്റമിൻ ഡിയുടെയും ഡെഫിഷ്യൻസി ഡിസീസസ് ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. മൗത്ത് സോസും റിക്കറ്റ്സും. വിറ്റമിൻ സി ആണെങ്കിലോ സ്കർവി. ഓക്കെ, നെക്സ്റ്റ് അതുപോലെ അതേ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്, റീഡ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ 2 children. Child 1, I eat fried meat and fish daily. I don't like vegetables. അവിടെ തന്നെ നമുക്ക് മനസ്സിലായി his diet is not healthy. Child 2, at my home we use meat and fish curry. Mother makes leafy vegetables, avial and thoran once in a week. Whose food habit do you agree with and why? Write a short note to be presented in the school health club on the topic the changing food habits of Keralites. ഈസി ക്വസ്റ്റ്യൻ ആണല്ലേ, നമ്മൾ ഓൾറെഡി ഇതിൻ്റെ കോൺസെപ്റ്റ് പറഞ്ഞതാണ്. സോ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ദ ഷോർട്ട് നോട്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്കറിയാമല്ലേ നമ്മുടെ ഭക്ഷണ രീതി എത്രത്തോളം മാറിയിട്ടുണ്ടെന്നെല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ. അപ്പോൾ എന്ത് ചെയ്യുക, അതെല്ലാ പോയിൻറ്റ്സും വെച്ചിട്ട് നമ്മുടെ ന്യൂട്രിയൻസിൻ്റെയൊക്കെ എസെൻഷ്യാലിറ്റി മെൻഷൻ ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണ്,
ഫുഡ് ഐറ്റംസ് തന്നിട്ടുണ്ട്, ന്യൂട്രിയൻസ് തന്നിട്ടുണ്ട്. മാച്ച് ഈച്ച് ഫുഡ് ഐറ്റം ഇൻ എ വിത്ത് ഇറ്റ്സ് ന്യൂട്രിയൻസ്. അതിന് നമ്മൾ എന്തറിയണം? അതിൻ്റെ എല്ലാം ഫുഡ് സോഴ്സസ് അറിയണം. അപ്പോൾ അത് ഞാൻ ഓൾറെഡി തന്നിട്ടുണ്ട്, നമ്മുടെ ടെക്സ്റ്റിലും ഉണ്ട്, നന്നായിട്ട് പഠിക്കാം. ദെൻ റൈറ്റ് ദ നെയിം ഓഫ് എ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഡിസീസ്. പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഡിസീസിൻ്റെ പേരെഴുതാനാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതുപോലെ നെക്സ്റ്റ് ആക്ടിവിറ്റി ഇതാണ് ഇവിടുത്തെ അപ്രോപ്രിയേറ്റ് വൺ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. അല്ലേ, വിറ്റമിൻസ് മുകളിൽ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് ആൻഡ് മിനറൽസ് ഉണ്ട്. ഡെവലപ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത് ഓഫ് ബോഡി ഗീവ്സ് ദ എനർജി ദാറ്റ് വി നീഡ് ടു ഡു വർക്ക്. അതെല്ലാം ഏതാണെന്ന് നോക്കിയതിന് ശേഷം എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് ടേബിൾ ഫില്ല് ചെയ്യുക. നമ്മൾ ഓൾറെഡി കോൺസെപ്റ്റും കാര്യങ്ങളും ടെക്സ്റ്റിലെ പേജസ് വെച്ച് പറഞ്ഞതാണ്. അതിനനുസരിച്ച് നിങ്ങൾ അതിൻ്റെ ആൻസേഴ്സ് ചെയ്യണം കേട്ടോ. Then, what is the reason for including a lot of carbohydrate and tubers in the diet of an athlete? കാർബോഹൈഡ്രേറ്റും ട്യൂബേഴ്സ് എന്തിനാണ് നമ്മൾ നമ്മുടെ അത്ലറ്റ്സിൻ്റെയൊക്കെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തിനാണ്? സ്മൂത്ത് ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസിന് വേണ്ട എനർജി കൊടുക്കുന്ന കാർബോഹൈഡ്രേറ്റ് ആണല്ലേ. ആ കാര്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? കാർബോഹൈഡ്രേറ്റ്സ് എല്ലാം നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ആവശ്യമാണ് എന്നുള്ള കാര്യം നമ്മുടെ ടെക്സ്റ്റിൽ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചിട്ടുള്ളൊരു കുട്ടിയാണെങ്കിൽ ഇത് കാണുമ്പോൾ തന്നെ എഴുതാൻ പറ്റും. Then, which is the most essential vitamin for the health of the eyes? ഐസിന് ഏറ്റവും ആവശ്യമുള്ള വിറ്റമിൻ ഏതാണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. വിറ്റമിൻ എ ആണല്ലേ. വിറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കാരണമാണ് ഐസിന് നൈറ്റ് ബ്ലൈൻഡ്നെസ് പോലെയുള്ള ഡെഫിഷ്യൻസി ഡിസീസ് വരുന്നത്. സോ വിറ്റമിൻ എ നമുക്ക് മോസ്റ്റ് എസെൻഷ്യൽ വിറ്റമിൻ ആയിട്ട് നമുക്ക് പറയാം ഫോർ ദ ഹെൽത്ത് ഓഫ് ഐസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഒരു രണ്ട് പിക്ചർ തന്നിട്ടുണ്ട്. ഒന്നൊരു അക്വേറിയം, ഒന്നൊരു പോണ്ടും ആണ്. വിച്ച് ഇസ് ദ മോർ സ്യൂട്ടബിൾ ഹാബിറ്ററ്റ് ഫോർ ദ ഫിഷ്, ദ അക്വേറിയം ഓർ ദ പോണ്ട്? എന്തായാലും പോണ്ടായിരിക്കും അല്ലേ. ഒരിക്കലും ഒരു അക്വേറിയത്തിൽ ഫിഷ് ഹാപ്പി ആയിരിക്കില്ല എന്നാണ് ഇത് നമുക്ക് മനസ്സിലാവുന്നത്. ദെൻ വാട്ട് ആർ ദ ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ് വിച്ച് എനേബിൾ ദ ഫിഷ് ടു ലിവ് ഇൻ പോണ്ട്സ്? റൈറ്റ് ദം ഇൻ ദ ഗിവൻ ടേബിൾ. നെയിം ദ പ്ലേസ് ഇൻ വിച്ച് ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ് എക്സിസ്റ്റ് ടുഗദർ ബൈ ദർ മ്യൂച്വൽ റിലേഷൻഷിപ്പ്. ഈ 3 ക്വസ്റ്റ്യൻ ആണ്. ഈസി ക്വസ്റ്റ്യൻ ആണല്ലേ, നമ്മുടെ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ആണ്. തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ഞാൻ ആദ്യം തന്നിട്ടുള്ളത്. എന്താണ് ഒരു എക്കോസിസ്റ്റം? അതിൻ്റെ ഡെഫിനിഷനാണ് തേർഡ് ക്വസ്റ്റ്യൻ. നമ്മൾ എഴുതേണ്ടത് എക്കോസിസ്റ്റം എന്നുള്ള പേരാണ്. ദ നാച്ചുറൽ സറൗണ്ടിങ്സ് ഇൻ വിച്ച് ആൻ ഓർഗാനിസം ലീവ്സ് ഇസ് കോൾഡ് ഇറ്റ്സ് ഹാബിറ്റാറ്റ്. അപ്പോൾ ചിലപ്പോൾ ചോദിക്കാം, വാട്ട് ഈസ് ദാറ്റ് നാച്ചുറൽ സറൗണ്ടിങ്സ് ഇൻ വിച്ച് ആൻ ഓർഗാനിസം ലീവ്സ്? അതിന് നമ്മൾ എന്ത് പറയും? ഹാബിറ്റാറ്റ്. അതുപോലെ ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ് ഇൻ ദ സറൗണ്ടിങ്സ് ആൻഡ് ദർ മ്യൂച്വൽ റിലേഷൻഷിപ്പ് ടുഗദർ ഫോം വാട്ട്? ദി എക്കോസിസ്റ്റം. അവിടുത്തെ ആൻസർ എന്താണ്? എക്കോസിസ്റ്റം. ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ് ഞാൻ തന്നിട്ടുണ്ട്. ബയോട്ടിക് വീറ്റ്, സ്മോൾ ഫിഷ്, aquatic organism, insects, etc. ആൻഡ് അബയോട്ടിക് ആർ വാട്ടർ, എയർ, സോയിൽ, ലൈറ്റ്. ദെൻ അതുപോലെ ആ ചാപ്റ്ററിൽ നിന്ന് വരുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ്, അറേഞ്ച് ദ ഗിവൻ ഓർഗാനിസം അപ്രോപ്രിയറ്റ്ലി അക്കോർഡിംഗ് ടു ദ ടൈറ്റിൽസ് ഓഫ് ദ ടേബിൾ ഗിവൺ. പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ്, ഡീകമ്പോസേഴ്സ്. സോ ഡീകമ്പോസേഴ്സ് ഏതൊക്കെയാണ്? ഫംഗസ് ആൻഡ് ബാക്ടീരിയ. നമുക്കറിയാം അല്ലേ, അതെടുത്ത് എഴുതുക. പ്രൊഡ്യൂസേഴ്സ് ഓൾവേസ് എന്തായിരിക്കും? ഗ്രീൻ ഐറ്റംസ് ആയിരിക്കും. സോ ഇവിടെ ഗ്രീൻ ആയിട്ട് വരുന്ന ഏതാണ്? ഗ്രാസും ടപ്പിയൊക്കെയും. ദെൻ കൺസ്യൂമേഴ്സ് ടൈഗറും റാബിറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ എന്താണ് തന്നിട്ടുള്ളത്? കുറച്ച് ഡീകമ്പോസേഴ്സിൻ്റെ പിക്ചറാണല്ലേ. മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുമ്പോഴേ നമ്മൾ ആലോചിക്കണം ആരാണ് ഡീകമ്പോസേഴ്സ്. ഐഡൻറ്റിഫൈ ദ ഓർഗാനിസംസ് ഇൻ ദ ഫിഗർ. ടു വിച്ച് ഗ്രൂപ്പ് ഡു ദേ ബിലോങ്? അവരെ ഏത് ഗ്രൂപ്പിലോട്ടാണ് ബിലോങ് ചെയ്യുക? ഡീകമ്പോസേഴ്സ്. നെയിം അനദർ ഓർഗാനിസം ഇൻ വിച്ച് ബിലോങ് ടു ദ സെയിം ഗ്രൂപ്പ്. ഏതൊക്കെയാണ്? നമുക്ക് ബാക്ടീരിയ, ഫംഗസ് ഒക്കെയാണ് ഡീകമ്പോസേഴ്സിൽ വരുന്നത്. സോ പിക്ചർ ഐഡൻറ്റിഫൈ ചെയ്യുക, എക്സാമ്പിൾസ് എഴുതുക, ഡീകമ്പോസേഴ്സ് എന്താണെന്ന് എഴുതുക. ഹൗ ഡു ദ ആബ്സെൻസ് ഓഫ് ഡീകമ്പോസേഴ്സ് അഫക്ട് ദ എക്കോസിസ്റ്റം ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കാം. താഴെ മുകളിൽ തന്നിട്ടുള്ളത് ബാക്ടീരിയ ആണ്. നമുക്ക് അതിൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? അനദർ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫംഗസ് ആണ്. മൈക്രോ ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയ ആൻഡ് ഫംഗൈ ബ്രേക്ക് ദ ഓർഗാനിക് റിമൈൻസ് ആൻഡ് ആഡ് ദം ടു ദ സോയിൽ. ഓർഗാനിക് റിമൈൻസിനെ എന്ത് ചെയ്യും? അവർ ബ്രേക്ക് ചെയ്ത് സോയിലുമായിട്ട് മിക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അങ്ങനെയുള്ള മിക്സിങ്ങിലൂടെ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? സോയിലിൻ്റെ ന്യൂട്രിയൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഡീകമ്പോസേഴ്സ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇഫ് ദർ വെർ നോ ഡീകമ്പോസേഴ്സ് ഇൻ ദ എക്കോസിസ്റ്റം, ഡെഡ് പ്ലാന്റ്സും ആനിമൽസും എല്ലാം അതുപോലെ തന്നെ നമ്മുടെ ഭൂമിയിൽ നിലനിൽക്കും. അത് അത് സോയിലുമായിട്ട് ഡിസോൾവ് ആയി പോകത്തില്ല. and their elements would never be returned to the soil, air and water. So സോയിലിൻ്റെ ന്യൂട്രിയൻസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോസസ്സും അവിടെ നടക്കില്ല. ആൻഡ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഡീകമ്പോസേഴ്സ്, റീസൈക്ലിംഗ് ഓഫ് മെറ്റീരിയൽ ഇൻ ദ ബയോസ്ഫിയർ വിൽ നോട്ട് ടേക്ക് പ്ലേസ്. ഇവിടെ എങ്ങനെയാണ്? പ്ലാന്റ്സും അനിമൽസും ഡെഡ് ആകുമ്പോഴത്തേക്കും അത് നമ്മുടെ സോയിലുമായിട്ട് ഇഴുകി ചേർന്നിട്ട് എന്ത് സംഭവിക്കും? ന്യൂട്രിയൻസ് ആയിട്ട് മാറും. സോ അത് സോയിലിൻ്റെ ന്യൂട്രിയൻ റിച്ച്നെസ് കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇവിടെ അങ്ങനെ ഒരു പ്രോസസ്സ് ഇല്ലയെന്നുണ്ടെങ്കിൽ
ഡെഡ് റിമൈൻസ് കൊണ്ട് നമ്മുടെ ഏരിയ ഫില്ലായി പോകും അല്ലേ. അതാണ് ഡീകമ്പോസസിൻ്റെ ആബ്സെൻസിൽ നടക്കുന്ന കാര്യങ്ങൾ. സോ ഈ ക്വസ്റ്റ്യനിൽ എന്താണ്, ദ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ഇൻ എൻ എക്കോസിസ്റ്റം ഒബ്സർവ്ഡ് ബൈ എ ചൈൽഡ് ആർ ഗിവൺ ബിലോ. പല ഫാക്ടേഴ്സ് തന്നിട്ടുണ്ട്. ഇതാദ്യം ഏത് എക്കോസിസ്റ്റം ആണെന്ന് എഴുതാം. ആൻഡ് അതുപോലെ തന്നെ ഇതിനെ എന്ത് ചെയ്യുക, കാറ്റഗറൈസ് ചെയ്യുക. എങ്ങനെ? പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ് ആൻഡ് ഡീകമ്പോസേഴ്സ് എന്നുള്ള ഹെഡിങ്ങിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ കുറച്ച് ഓർഗാനിസത്തിൻ്റെ പേര് തന്നിട്ടുണ്ട്. ഇതിന് നമ്മൾ ഇത് യൂസ് ചെയ്ത് 4 ഫുഡ് ചെയിൻ പ്രിപ്പയർ ചെയ്യുക. സോ ഇവിടെ ഞാൻ 4 ഫുഡ് ചെയിൻസ് പ്രിപ്പയർ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ആൻഡ് വിച്ച് ഇസ് ദ ഫസ്റ്റ് ലെവൽ ഓഫ് ഓൾ ഫുഡ് ചെയിൻ? ഗ്രീൻ ഫുഡാണല്ലേ. വെജിറ്റേറിയൻ ആയിട്ടുള്ള ഗ്രീൻ ഐറ്റംസ് ആണ് എല്ലാ ഫുഡ് ചെയിൻ്റെയും ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ, വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് എ പോണ്ട് ആർ ഗിവൺ ബിലോ. പോണ്ടിലുള്ള കുറേ ഫാക്ടേഴ്സ് തന്നിട്ടുണ്ട്. ഇത് യൂസ് ചെയ്ത് ഫുഡ് ചെയിൻ പ്രിപ്പയർ ചെയ്യാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് ഹിൽ ഇസ് ലെവൽഡ് ആൻഡ് ദ സോയിൽ ഇസ് ഫിൽഡ് ഇൻ എ പോണ്ട് നിയർ എ ഫിൽ. ഇതെങ്ങനെയാണ് നമ്മുടെ എക്കോസിസ്റ്റത്തെ ബാധിക്കുക? ഒരു ഹില്ല് ലെവൽ ചെയ്ത് അത് നമ്മുടെ പോണ്ട് ഫില്ല് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അവിടെ 2 ഇവൻറ്റ്സ് നടക്കുകയാണ്. സോ അവിടെ ഡീഫോറസ്റ്റേഷൻ നടന്നു. അത് അപ്പോൾ തന്നെ ഒരുപാടധികം ഹാംഫുൾ എഫക്ട്സ് നമ്മുടെ എക്കോസിസ്റ്റത്തിൽ വരും അല്ലെ. ഒരുപാട് ജീവികളുടെ ഹാബിറ്റാറ്റ് നഷ്ടപ്പെടുകയാണ്. ഫോറസ്റ്റേഷൻ ഉണ്ടാവുന്നു. നമ്മുടെ അവൈലബിലിറ്റി ഓഫ് വാട്ടർ, പിന്നെ ഒരുപാട് ജീവജാലങ്ങളുടെ വാസസ്ഥലം ഇല്ലാതാവുകയാണ്. സോ ഇതെല്ലാം വേണം എഴുതാൻ. ഒരുപാട് ജീവജാലങ്ങൾ ചത്തുപോവുകയും ചെയ്യും അല്ലേ. അതൊക്കെയാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ആൻഡ് കില്ലിങ് ഓൾ ദി ടൈഗേഴ്സ് ഇൻ ദ ഫോറസ്റ്റ് ഈസ് ദ ബെസ്റ്റ് വേ ടു പ്രിവെൻറ്റ് ദം ഫ്രം അറ്റാക്കിങ് മാൻ. ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ? ഈ ക്വസ്റ്റ്യനും ആൻസർ ചെയ്ത് യോജിക്കുന്നുണ്ടോ ഇല്ലല്ലേ. നമുക്കൊരു പെർട്ടിക്കുലർ അനിമലിനെ കൊന്നുവെന്ന് പറഞ്ഞിട്ട് നമ്മുടെ എക്കോസിസ്റ്റത്തിൻ്റെ ആ ഒരു ബാലൻസാണ് നഷ്ടമാവുക. അപ്പോൾ ഒരു ടൈഗറിനെ കൊല്ലുമ്പോൾ, ടൈഗേഴ്സ് ഒന്നും ഇല്ല, ഒരു ഒംനിവോറും ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഹെർബിവോഴ്സിൻ്റെ എണ്ണം ഭയങ്കരമായിട്ട് കൂടും. അങ്ങനെ കൂടിക്കഴിയുമ്പോഴത്തേക്കും അവരുടെ ആ ഒരു റിസോഴ്സ് അവർക്ക് അവിടെ കുറഞ്ഞു വരും. ഇവരെല്ലാവരും കൂടെ ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള ഗ്രീനിഷ് ആയിട്ടുള്ള സാധനങ്ങൾ കഴിച്ച് കൺസ്യൂം ചെയ്ത് അത് ഒരിക്കൽ തീരുമല്ലോ. സോ അവർക്കതൊരു സ്കാസിറ്റി അവിടെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മുടെ എക്കോസിസ്റ്റത്തിൽ എല്ലാം ഒരു ബാലൻസിലാണ് പോകുന്നത് അല്ലേ. ആ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്ത് വേണം ഇതിൻ്റെ ആൻസേഴ്സ് എഴുതാൻ വേണ്ടിയിട്ട്. സോ മെനി ഫുഡ് ചെയിൻസ് ജോയിൻ ടുഗദർ ടു ഫോം ദ ഫുഡ് വെബ് അല്ലേ. ഇൻ നേച്ചർ വി ക്യാൻ സീ മെനി ഫുഡ് വെബ്സ്. നമ്മുടെ ടെക്സ്റ്റിലുള്ള കുറച്ച് ഡേറ്റാസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ആൻഡ് ഗ്രീൻ പ്ലാന്റ്സ് ഓൾവേസ് ഓക്യുപ്പൈ ദ ഫസ്റ്റ് ലെവൽ ഓഫ് ഫുഡ് ചെയിൻ. നമ്മൾ പറഞ്ഞു ടോപ്പ് ലെവലിൽ കാർണിവോഴ്സും ഇൻ്റർമീഡിയറ്റ് ലെവലിൽ ഹെർബിവോഴ്സ് ആൻഡ് ഒമിനിവോഴ്സ് ആയിരിക്കും. And the green plants prepare their own food, and they are known as producers. Organisms that depend on other organisms for their food are called consumers. ടൈഗറിൻ്റെ കാര്യം, ടൈഗർ ഒരു കാർണിവോറാണ് and it kills other animals for its survival. However, if it becomes extinct, the deer and the cow population will thrive and increase in number അല്ലേ. അതായത് ടൈഗറിനെ പോലുള്ള കാർണിവോർ എക്സ്റ്റിങ്ക്റ്റ് ആവുകയാണെങ്കിൽ, സോറി ഞാൻ നേരത്തെ ഒംനിവോർ എന്നാണ് പറഞ്ഞത്, ടൈഗറിനെ പോലൊരു കാർണിവോർ എക്സ്റ്റിങ്ക്റ്റ് ആവുകയാണെങ്കിൽ ഡിയർ കൗ പോലെയുള്ള ആ ഒരു ഗ്രൂപ്പിൻ്റെ പോപ്പുലേഷൻ കൂടി കഴിയുമ്പോഴത്തേക്ക് എന്താണ്, വിത്ത് എ ലാർജ് സച്ച് നമ്പർ ഓഫ് ഹെർബിവോഴ്സ്, അത്രയും നമ്പർ ഓഫ് ഹെർബിവോഴ്സ് ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്കും ഗ്രീൻ ആയിട്ടുള്ള ഏരിയ എല്ലാം അവർ ഗ്രേസ് ചെയ്യും അല്ലേ. അപ്പോൾ ഒരു ഷോർട്ട് ഡ്യൂറേഷനിൽ തന്നെ ആ ഒരു ഗ്രീൻ ഏരിയ എന്ത് ചെയ്യും, ഡിസപ്പിയർ ആയി തുടങ്ങും. സോ അപ്പോൾ അവിടെ എന്താണ്, ഒരുപാടധികം ഡിസഡ്വാൻറ്റേജസ് ആ സമയത്ത് അവിടെ ഉണ്ടാവും അല്ലേ. ഈ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഞാനിപ്പോൾ പറഞ്ഞ ആക്ടിവിറ്റി 5 സി ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് എഴുതേണ്ടത്. വീണ്ടും മാഗ്നറ്റ്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ബാർ മാഗ്നറ്റ് ഫ്രീലി സസ്പെൻഡഡ് ആയിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് ഞാൻ വേറൊരു മാഗ്നറ്റ് കൊണ്ടുവരികയാണ്. എന്താ സംഭവിക്കുക, റിപ്പൽ ചെയ്യും അല്ലേ. ലൈക്ക് പോൾസ് അടുത്ത് വരുമ്പോഴത്തേക്കും റിപ്പലാണ് ഉണ്ടാവുക, ഓപ്പോസിറ്റ് പോൾസ് ആണെങ്കിലാണ് അട്രാക്ഷൻ ഉണ്ടാവുക. അതിൻ്റെ ഒരു ഫിഗറാണ് ഞാൻ തന്നിട്ടുള്ളത്. ആൻഡ് വാട്ട് വിൽ ഹാപ്പൻ ടു ദ സസ്പെൻഡഡ് മാഗ്നറ്റ് അത് നമ്മൾ പറഞ്ഞു. ഞാൻ ക്ലാസിഫൈ ദ ഫോളോയിങ് ഒബ്ജക്ട്സ് ബേസ്ഡ് ഓൺ ദർ മാഗ്നറ്റിക് പ്രോപ്പർട്ടി. ഏതൊക്കെയാണ് മാഗ്നറ്റിക്, ഏതൊക്കെയാണ് നോട്ട് മാഗ്നറ്റിക് എന്നുള്ള കാര്യം ഇവിടെ എന്ത് ചെയ്യുക, മെൻഷൻ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞു ഗിയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ, അതിൻ്റെ സ്പീഡ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതും ഒക്കെയാണ് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം. സോ ദാറ്റ്സ് ഫോർ ടുഡേ സെഷൻ. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ട്. ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഷുവറാണ് നിങ്ങൾക്ക് ഫുൾ മാർക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യേണ്ടതില്ല. ഇത്രയും ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് പഠിക്കുമ്പോൾ ടെക്സ്റ്റ് കൂടെ വെച്ച് ആദ്യം ആൻസർ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ടെക്സ്റ്റിലെ കണ്ടൻറ്റ് വായിക്കുക. രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ടുള്ളൊരു റിവിഷനും കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഫുൾ മാർക്ക് വിത്ത് A ഗ്രേഡ് ഉറപ്പാണ്.
സോ ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർ, അല്ലെങ്കിൽ നമുക്ക് പോർഷൻസൊക്കെ കഴിയുന്നുണ്ടാവുള്ളൂ, പരീക്ഷയുടെ തലേന്നാണെങ്കിലും നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം എക്സാം എഴുതാൻ പോവുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് മാർക്ക് വേണ്ടേ, അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക. സോ നമുക്ക് വേറൊരു വീഡിയോ, അതായത് സോഷ്യൽ സയൻസിൻ്റെയും മാത്സിൻ്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായിട്ട് ഞാൻ വീണ്ടും വരും. സോ ടേക്ക് കെയർ ഗൈസ്, ബൈ.